സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ആ എമ്പുരാൻ റിലീസാവുന്ന ദിവസം കമ്പനിയിലെ എല്ലാ ജീവനക്കാർക്കും ലീവ് കൊടുക്കുക മാത്രമല്ല എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും ചെയ്ത ഒരു കമ്പനിയുണ്ട് കൊച്ചിയിൽ. ആ കമ്പനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ കമ്പനിയിൽ ഏകദേശം 10ഓളം ജീവനക്കാരുണ്ട്. എസ്തെറ്റ് എന്ന ഈ കൊച്ചിയിലെ സ്റ്റാർട്ടപ്പാണ് എല്ലാ ജീവനക്കാർക്കും അവധിയും ടിക്കറ്റും എടുത്തു കൊടുത്തിരിക്കുന്നത്. ആൽബിൻ, ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നു എസ്തെറ്റ്. കാരണം ഇപ്പോൾ ജീവനക്കാർക്ക് ഇങ്ങനൊരു വാർത്ത കാണുമ്പോൾ നമ്മളും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനൊരു ഓഫർ, കാരണം ജീവനക്കാരോട് എല്ലാവരോടും നിങ്ങൾ ലീവ് എടുത്തോളൂ, എമ്പുരാൻ കാണാൻ പോയിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്തായിരുന്നു? കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഇപ്പം ഞാനുണ്ട്, ഇപ്പം എൻ്റെ പാർട്ട്ണറായിട്ടുള്ള അൽഫോൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ഞങ്ങളൊരു മോഹൻലാൽ ഫാൻസാണ്. അപ്പോൾ അന്നോട്ട് ഇപ്പം ലാലേട്ടൻ്റെ എല്ലാ പടങ്ങളും ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ പോയി കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും എമ്പുരാൻ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഞങ്ങളും പോയി കാണും. നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫും അവർക്കും സെയിം ആഗ്രഹം തന്നെ ഉണ്ട്. അപ്പോൾ അവരും നമ്മളോട് പോരട്ടെ ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു തീരുമാനത്തിലോട്ട് വന്നത്. പക്ഷേ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലീവ് മാത്രമല്ല കൊടുക്കുന്നത്, നിങ്ങൾ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. അല്ല, അത് ശരിക്കും ഇപ്പം ഞങ്ങൾ കൊടുത്തതൊരു വാർത്ത ആയതുകൊണ്ടാണ്. പക്ഷേ ശരിക്കും ഇതിനു മുമ്പ് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ഉൾപ്പെടെയുള്ള പടങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ടിക്കറ്റ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നും ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് ഒരുമിച്ചാണ് ഞങ്ങൾ പോയി പടം കണ്ടത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ മോഹൻലാൽ പടം ഇറങ്ങുന്ന സമയത്ത് ടിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ പടത്തിന് പോകുന്നൊക്കെ പറയുന്നത് ഇതിപ്പോൾ പുതിയൊരു കാര്യമല്ല. നമ്മളൊരു 1 year ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ലാലേട്ടൻ ഫാൻസിനെ കാണുക അപൂർവമാണ്. കാരണം ഞാനും ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ എൻ്റെ എല്ലാ സ്റ്റാഫുകളും അവരും പോയി കണ്ടോട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വൈറലായതിന് ശേഷം ആളുകൾ വരുന്നൊരു കമൻ്റ് ഉണ്ടല്ലോ, പോസിറ്റീവും ഉണ്ടോ നെഗറ്റീവും ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഫാൻ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഒരുപാട് ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അപ്പം അദ്ദേഹത്തോട് നമുക്കൊരു വലിയ ബഹുമാനമുണ്ട്. ഞാനൊക്കെ ഒരു ഫാൻ ബോയ് എന്നതിനപ്പുറത്തേക്ക് ആളുടെ ഒരു അഭിനയ കാര്യങ്ങളോടൊരു വലിയ ബഹുമാനമുണ്ട്. അപ്പം ആളുടെ പീരീഡിൽ ജീവിക്കുന്ന സമയത്ത് ആളുടെ പടങ്ങൾ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഈവൻ ഈ പടത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജ് പോലും ഒരു ഫാൻ ബോയ് എന്ന രീതിയിൽ നിന്നിട്ടാണ് ആളെ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ എന്തൊക്കെ മറച്ചു വെച്ചാലും ഒരു മോഹൻലാൽ മലയാളികളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം അങ്ങനെ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതാണ് ഇവിടെ നമ്മൾ ചെയ്തതും. എത്ര സ്റ്റാഫുകളുണ്ട്? നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് 10 സ്റ്റാഫാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ശരിക്കും ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. പിന്നെ ബ്രാൻഡിങ്, വെബ് ഡെവലപ്മെൻറ്റ്, SEO ഉൾപ്പെടെയുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഈ സ്ഥാപനം വൈറ്റിലാണുള്ളത്? അതെ, വൈറ്റ് ലൈനാണ് നമ്മൾ ഉള്ളത്. അതെ. സ്റ്റാഫുകൾക്കൊക്കെ ഇത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാണാമല്ലേ? അവരും എക്സ്പെക്ട് ചെയ്തായിരുന്നു. കാരണം എമ്പുരാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ടിക്കറ്റ് തരുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. കാരണം ഇവർ നേരത്തോടെ കഴിഞ്ഞ വർഷം ഈ സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങുന്നത് കഴിഞ്ഞ ജനുവരിയിൽ, ആ ഒരു സമയത്താണ്. കഴിഞ്ഞ ജനുവരിയിൽ അപ്പോൾ ആ സമയത്തും സെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞായിരുന്നു ഇത്തവണ ഞങ്ങൾക്ക് ടിക്കറ്റ് കാണുമില്ലെന്ന്. അപ്പോൾ അവരത് എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ, നെഗറ്റീവ് കമൻറ്റ് എന്തെങ്കിലും ഇങ്ങനെ വന്നോ ഇത് കഴിഞ്ഞതിന് ശേഷം? ഇല്ല, അങ്ങനെ നെഗറ്റീവ് കമൻ്റ് ആയിട്ടില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ജോലി നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു വർക്കിംഗ് ഡേയിൽ എംപ്ലോയീസ് പുറത്ത് പോകുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലയൻസിൻ്റെ കാര്യങ്ങളാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം എന്തൊക്കെ തമാശ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാലും വർക്ക് പ്രോപ്പറായിട്ട് പോലും ഈ കമ്പനിക്ക് പോലും നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് തന്നെ ഞങ്ങൾ കൊടുത്തത്. കാരണം ഒരു 10 ദിവസം മുമ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്ലയൻസിനെ അവെയർ ആക്കാം, വർക്കുകൾ ഉൾപ്പെടെ നേരത്തെ ആക്കാം. അത് മാത്രമാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് കൃത്യമായിട്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ക്ലയൻസിനെ അറിയിച്ച് വർക്കുകളും ട്രാക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സമയം എടുത്തത്. അപ്പം അതിനപ്പുറത്തേക്ക് വേറൊന്നും വന്നായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ സിനിമ ടിക്കറ്റ് എടുക്കുക, അതുപോലെ സിനിമ റിലീസാകുമ്പോൾ അവധി കൊടുക്കുക, ഇത് മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാറുണ്ടോ? ട്രിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല, ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. പിന്നെ കഴിവതും നമ്മളും ഇവിടെ ആണെങ്കിലും കുറച്ചുകൂടി ഫ്രീ ആയിട്ട്, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ എല്ലാവരും യങ് ആയിട്ടുള്ളൊരു ടീമാണ്. അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പം എൻ്റെ ഒരു ഏജിന് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ആ ഒരു ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും വർക്ക് ചെയ്ത് പോകുന്നതും. അപ്പം അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ പുറത്ത് പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ഔട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. എമ്പുരാൻ കാണാനുള്ള കട്ട വെയിറ്റിംഗിൽ തന്നെയാണോ? അതെ. ഇങ്ങനെ ഇതിപ്പോൾ ആൽബിൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഓണർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഈ വാലിബനൊക്കെ വന്ന സമയത്ത് ഇതുപോലെ ടിക്കറ്റ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഈ എമ്പുരാൻ എത്തുന്ന സമയത്ത് നിങ്ങളിത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഉണ്ടാവാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഫ്രണ്ട്സൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങളുടെ ഈ വാർത്ത കണ്ടപ്പോഴേ നിങ്ങളുടെ ആ ഒരു പരസ്യമൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ, എന്ത് ഭാഗ്യമാണ് ഇവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് അവർക്ക് ലീവും കൊടുത്തേക്കുവാണെന്ന്. കൂടെയുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ, കിട്ടുമോ, അവരെയും കൂടി കൂട്ടുമെന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പും ഇതുപോലെ കിട്ടിയതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇരുന്നത്?
അതെ അതെ, ഇത്രയും എന്താ പറയുക ഹൈപ്പുള്ളൊരു മൂവി വരുമ്പോൾ എന്തായാലും ഇവർ പ്രൊവൈഡ് ചെയ്യുമെന്നറിയായിരുന്നു. മോഹൻലാൽ ഫാനാണോ ശരിക്കും? ഞാൻ മോഹൻലാൽ ഫാൻ മാത്രമല്ല എല്ലാവരുടെയും ഫാനാണ്. ഇപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരിക്കും അല്ലേ, ലീവും കിട്ടി ടിക്കറ്റ് കിട്ടി? അതെ, ആ സന്തോഷത്തിലാണ്. ഒരു കമ്പനിയിൽ അങ്ങനെ ഒരുപാട് കമ്പനീസിൽ നടക്കാത്തതാണല്ലോ, അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. നമ്മൾ അതിനുവേണ്ടി ലീവ് എടുക്കേണ്ട കാര്യമില്ല, നമ്മുടെ കമ്പനി തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും ചിന്തിക്കും ഇതുപോലെ ഒരു നല്ലൊരു സിനിമ എത്തുമ്പം അതൊന്ന് കാണാനൊരു ലീവ് കിട്ടിയിരുന്നെങ്കിൽ ചിന്തിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു സിനിമ എത്തിയപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി തൻ്റെ ജീവനക്കാർക്ക് എല്ലാം തന്നെ ലീവ് കൊടുക്കുകയും ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും ചെയ്ത ഒരു കമ്പനിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതും സംസാരിക്കുന്നതും.